നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മന്റെ കണ്ണു നിറഞ്ഞല്ലോ. സന്തോഷം കൊണ്ടാ ചേച്ചി. അമ്മ കരുതിയോ നിന്നെ വിട്ട് ഞാൻ പോവെന്ന്? ഇനി അതൊന്നും ഓർമ്മിപ്പിക്കരുതേ ചേച്ചി. ചേച്ചിയുടെ കാലിൽ ഫ്രാക്ചർ മാറിയ ചേച്ചിക്ക് നടക്കാനാവും, പിന്നെ എല്ലാം പഴയതുപോലെയാവും. ആ എന്ത് ടേസ്റ്റായി പായസത്തിന്. എന്നാലേ കുറച്ചുകൂടി കഴിച്ചോ. എന്താ ഇത്? അമ്മു നിന്നോടാ ചോദിച്ചത് ഇതെന്താന്ന്. അത് കൈ മുറിഞ്ഞതാ ചേച്ചി. മുറിഞ്ഞതോ അതോ മുറിച്ചതോ? അമ്മു പറ. ചേച്ചിനോടൊന്നും ചോദിക്കല്ലേ. അമ്മു എനിക്കിത് അറിഞ്ഞേ തീരൂ. തല പൊട്ടി പൊളിയോ? അയ്യോ അരുത് ചേച്ചി. എങ്കി പറ. ചേച്ചി ഇനി ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലെന്ന് കേട്ടപ്പോ ഞാൻ അറിയാതെ. എന്റെ ദൈവമേ, നീ എന്താ മോളെ ചെയ്തത്? എന്നിട്ട് ഇതാരും എന്നോട് പറഞ്ഞില്ലല്ലോ. എന്റെ ചേച്ചി ഇല്ലാത്ത ലോകത്ത് എനിക്കും ജീവിക്കണ്ട. മോളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നീ എന്താ അത് ഓർക്കാത്ത? എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത? ചേച്ചി മോളെ, നീ ഇങ്ങനെ കരയല്ലേ? അച്ഛൻ ഇത് കണ്ടോ? എന്നിട്ട് നിങ്ങൾ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പോ ഹോസ്പിറ്റലിൽ അമ്മ വരാതിരുന്നത് ഇതുകൊണ്ടാണല്ലേ? എന്നിട്ട് എല്ലാരും പറഞ്ഞത് അമ്മ ക്ഷേത്രത്തിലായിരുന്നെന്ന്. മോളെ, നീ കരുതുന്നത് പോലെ അല്ല സംഭവിച്ചത്. നീ ICUയിൽ ഉണ്ടായിരുന്നപ്പോ നിന്റെ കാവലായി അമ്മ അവിടെ ഉണ്ടായിരുന്നു. ചേച്ചി തിരിച്ചു വരില്ലെന്ന് കരുതി ഇവള് കൈഞ്ഞരമ്പ് മുറിച്ചോണ്ടാ നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. അതെ മോളെ, സർജറി നടക്കണമെങ്കിൽ നിന്റെ ബോഡി റെസ്പോണ്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് രാത്രി വളരെ നിർണായകമായിരുന്നു. നിന്റെ കൈ തഴുകി തഴുകി അമ്മ നിന്നെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ദൈവമാണ് മോളെ ഈ അമ്മൂനെ അവിടെ എത്തിച്ചത്. നീ അവളെ സങ്കടപ്പെടുത്തരുത്. വിഷമിക്കരുത് ചേച്ചി. ചേച്ചിക്ക് എനിക്കൊന്നും സംഭവിക്കില്ല. നിന്റെ കൂടപ്പുറപ്പ് തന്നെ അവള്. ചേച്ചി ഇതറിഞ്ഞെന്ന് ആരോടും പറയരുത്. നമുക്കിതൊക്കെ മറക്കാൻ ചേച്ചി. എന്റെ ചേച്ചി ഒന്ന് ചിരിച്ചേ. ചിരിക്കുമോളെ. നിങ്ങളെ രണ്ടുപേരെയും സന്തോഷത്തോടെ കാണാനാ അച്ഛനിഷ്ടം. അച്ഛൻ ഇത് മതി മോളെ. ഇനി ഞാൻ നിങ്ങളെ വിട്ട് ഒരിടത്തേക്കും പോകുന്നില്ല. അപ്പൊ അച്ഛന്റെ ജോലി? എന്റെ കുട്ടികൾക്കൊപ്പം കഴിയാനാ ഇനി എന്റെ തീരുമാനം. അതെന്നെ അച്ഛ വേണ്ടത്. ചേച്ചി ഇങ്ങോട്ട് തന്നെ വന്നപ്പോഴാ ശ്വാസം നേരെ വീണത്. അല്ലെങ്കിൽ ചേച്ചിയെ കാണാതെ ഞാൻ എന്ത് ചെയ്തേനെ?
എന്നെ കണ്ട് നീ പേടിച്ചതുപോലുണ്ടല്ലോ. നീ ആ ഡ്രസ്സൊക്കെ എടുക്ക്. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നൊന്നുമല്ലേ. ഇതെവിടെയാണോ വെക്കേണ്ടത്? ഇത് വെക്കേണ്ടടുത്ത് കൊണ്ടുവെക്ക്. എനിക്കേ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതാ ഞാൻ വന്നത്. സത്യം പറഞ്ഞ നിന്നോട് മത്സരിച്ച് ഞാൻ മടുത്തെന്ന് തന്നെ പറയും. എന്റെ മകൾ ഇങ്ങനൊന്നും ആയിരുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാ എന്റെ മകൾ എന്നെ ധിക്കരിക്കാൻ തുടങ്ങിയത്. അതും നീ അവളുടെ കൂടെ കൂടിയതിനു ശേഷം. ഞാൻ ഒറ്റപ്പെടാൻ തുടങ്ങിയതും അപ്പോഴ. അവക്ക് നിന്നോടുള്ള സ്നേഹം കാരണം അവൾ ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുക. അവളെന്ന് എഴുന്നേറ്റ ആദ്യം ചെയ്യാൻ പോകുന്നത് നിന്റെ ഭർത്താവിനെ കണ്ടെത്താനുള്ള ശ്രമം തന്നെ. നീയാണെങ്കിൽ ആത്മാർത്ഥതയുടെ ഒരു തരിമ്പ് പോലും അവളോട് കാണിക്കുന്നതുമില്ലേ. അവൻ ആരാണെന്ന് നീ പറഞ്ഞെങ്കിൽ ശ്രീകുട്ടി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നിന്റെ നാട്ടിലെ സ്റ്റുഡിയോ തേടി പോകേണ്ടി വരുമായിരുന്നു. നിന്റെ ബന്ധുക്കൾ അയച്ച വിവാഹ ആൽബം വാങ്ങാൻ എന്റെ മകൾക്ക് പോകേണ്ടി വരുമായിരുന്നു. അവൾ നിന്നോട് കാണിക്കുന്ന സ്നേഹത്തെ എന്തിനാ അമ്മു നീ ചൂഷണം ചെയ്യുന്നത്? അതിനൊക്കെ നിന്നെ ഞാൻ വെറുത്തു പോകുന്നത്. ആക്സിഡന്റായി കിടക്കുന്ന സ്വന്തം മകളുടെ കൂടെ നിന്ന് പരിചരിക്കാനുള്ള ഒരമ്മയുടെ ആഗ്രഹവും അവകാശവും നീ എന്നിൽ നിന്ന് കവർന്നെടുത്തിരിക്കുന്നത്. പെറ്റമ്മയായി ഞാൻ മുറിക്ക് പുറത്ത്. അവൾക്ക് സദാ നേരവും നീ മതി. എന്റെ മകള് അറിയാതെ പോകുന്ന ഒന്നുണ്ട്. അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ ദുരന്തങ്ങൾക്കും കാരണക്കാരി അമ്മു നീയാണെന്ന്. അവളത് തിരിച്ചറിയുമ്പോഴത്തേക്കും നഷ്ടങ്ങളുടെ കണക്ക് കൂടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.